ായും പ്രതിരോധത്തിലായല്ലോ. ഇതുവരെ പറഞ്ഞിരുന്നതൊക്കെ പോയില്ലേ? ഇതുവരെ പറഞ്ഞിരുന്നത് പാർട്ടിക്കോ ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ തന്നെ അറസ്റ്റിലായപ്പോൾ ഇനി പാർട്ടിക്കാർക്ക് ബന്ധമില്ല. അതിലും വലിയൊരു പാർട്ടിക്കാരൻ ആരാണ്? പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ ഉള്ള ആൾ, മുൻ MLA, അതുപോലെ തന്നെ CPM ഭയങ്കര പാരമ്പര്യമുള്ള ഒരാൾ. ആ ആൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരിക്കുമ്പോഴാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കൊള്ളയൊക്കെ ആവാം. പക്ഷേ ഇതുപോലെ അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഒരു തരി സ്വർണം ഞങ്ങൾ കളിയില്ല എന്നാണ് ഇപ്പോൾ പോലും CPM ജില്ലാ സെക്രട്ടറി MP ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. ഇനി ഒരു തരി അവിടെ ബാക്കിയുണ്ടോ? അതാണ് പ്രശ്നം. ഒരു തരി പോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തരി ബാക്കിയില്ല. വാതിലടക്കം അടിച്ചുകൊണ്ട് പോയി. അത് ആസൂത്രണം ചെയ്തതും അതുപോലെ തന്നെ നടപ്പിലാക്കിയതും ഒക്കെ ഒരു പൊളിറ്റീഷ്യനായ പാർട്ടിയുടെ പാരമ്പര്യമുള്ള ശ്രീ പത്മകുമാറാണ് എന്ന് പറയുമ്പോൾ അത് അത്യത്ഭുതമായിരിക്കുന്നു. അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ഇത് ഈ നാട്ടിലുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാനാവാത്ത ഒന്നാണ്. അതാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു വരുമോ? ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തേ മതിയാവുള്ളൂ. ഇത് വലിയ നാണക്കേടായിപ്പോയി. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. തീർച്ചയായും ജനങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടാവും. ഇതിപ്പോൾ ഈ പറയുന്നത് ഇവരിലൊന്നും നിൽക്കില്ല. രണ്ട് മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും അവർക്കെതിരെ കൂടി അന്വേഷണം വേണം എന്നൊരു ആവശ്യം സമാന്തരമായിട്ട് ഉയരുന്നുണ്ട്. അന്വേഷണം വേണം എന്ന് ആരും പറഞ്ഞില്ലെങ്കിലും അന്വേഷണം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണല്ലോ അന്വേഷിക്കുന്നത്. അവർ മൊഴിയുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ പോവാൻ ബാധ്യസ്ഥരാണ്. അത് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ കോടതിയുടെ സൂക്ഷ്മമായ നിരീക്ഷണം ഉണ്ട്. പരിശോധന തീർച്ചയായിട്ടും വേണം. അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ മുൻ ദേവസ്വം മന്ത്രിയെക്കുറിച്ച് ആരോപണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കാതെ ഇരിക്കുകയില്ല. തീർച്ചയായിട്ടും നോക്കും. ഇപ്പോഴും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് പാർട്ടിയുടെ കൈകൾ ശുദ്ധമാണ്, ഇത് പാർട്ടിക്ക് തിരിച്ചടി ആകില്ല എന്നുള്ളത്. ഇത് വല്ലാത്തൊരു ശുദ്ധിയാണ്. ഇത്ര വലിയൊരു വിശുദ്ധി ജനങ്ങൾക്ക് മനസ്സിലാവില്ല അതെന്താണെന്നുള്ളത്. വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. വളരെ കാര്യങ്ങൾ വളരെ തത്വാധിഷ്ഠിതമായി പറയുന്ന ഗോവിന്ദ മാഷ് നല്ലോണം വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും ഈ വിശുദ്ധിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമമൊക്കെ നടത്തി. പക്ഷെ അതിന് ശേഷം ഒന്നിനു പിറകെ ഒന്നായിട്ട് CPM പ്രശ്നത്തിൽ കൊടുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ ഒരു ജനത്തിരക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഏകോപനവും ഉണ്ടായില്ല എന്ന് പറയുന്നു ഈ സീസണിൽ. ശബരിമലയിൽ കാലാകാലങ്ങളിലായിട്ട് മാറി മാറി വന്ന ഗവൺമെൻറ്റൊക്കെ ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ. ഞങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ ഇരുന്ന സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നതാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിൽ ഈ ദേവസ്വത്തിലിരിക്കുന്ന ആളുകൾക്ക് അതിനോട് അല്പം ഭക്തിയും അതുപോലെ തന്നെ അതിനോട് അല്പം ആത്മാർത്ഥതയൊക്കെ നിർബന്ധമാണ്. അതില്ലാത്തതാണ് പ്രശ്നം. അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു ഭക്തിയും ഭയമൊക്കെ ഉണ്ട് എങ്കിൽ, അതിലൊരു വിശ്വാസമൊക്കെ ഉണ്ട് എങ്കിൽ അവിടുന്ന് സ്വർണം മോഷ്ടിക്കാൻ തയ്യാറാവുമോ? അപ്പോൾ UDFൻ്റെ ഭരണസമിതികളൊക്കെ നിലനിന്നിരുന്ന കാലത്ത് അന്നത്തെ ഗവൺമെൻറ് വെച്ചിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ കാര്യമായിട്ട് കരുതുന്നവരായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലത്ര വലിയ കാര്യമില്ല. സംഘമായാലും എന്തായാലും അതൊക്കെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഇത് തെളിയിക്കുന്ന അതാണ്. ആത്മാർത്ഥമില്ലാത്ത, അതിൽ യാതൊരുവിധ വിശ്വാസവും ഇല്ലാത്ത ആളുകളെ കൊണ്ടുപോയി അതിനകത്ത് വെച്ചതുകൊണ്ട് വന്ന കുഴപ്പമാണതൊക്കെ. അവിടെയും മോഷ്ടിക്കുന്ന കാര്യം മാത്രം അവർ ചിന്തിച്ചു എന്നുള്ളതാണ്. നല്ല സൗകര്യമല്ലേ ഇതിപ്പോൾ. അവിടെ എത്ര ഫണ്ട് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ഇപ്പോൾ ഇങ്ങനെ അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന സ്വർണം പോലും അടിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ഇനി പറയേണ്ടി വരുമോ? അത് ഇനിയിപ്പോൾ പിന്നെ നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ പത്മകുമാർ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കൂടിയാണ് ജില്ലയിലെ. അതെ, ഞാൻ നിയമസഭയിലുള്ള സമയത്ത് ഉണ്ടായ ആളാണ് 90കളിൽ. പക്ഷേ വളരെ നിർഭാഗ്യകരമായിപ്പോയി. അദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യമാണ് ഈ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുക എന്ന് പറഞ്ഞത്. അത് വലിയ ഇതായിപ്പോയി. അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കോപമുണ്ടാകുന്ന ഒരു വിഷയമായി പോയില്ലേ. സംഘമൊക്കെ തകരാറായി പോകുന്നത്. പക്ഷേ പിന്നെ നമുക്ക് ചിന്തിച്ചാലറിയാം അവിടത്തേക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിന് ഫലമാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കണം. അന്നത്തെ ഗവൺമെൻറ്റിനുണ്ട്, മന്ത്രിക്കുണ്ട്, ബാക്കിയുള്ളവർക്കുണ്ട്. അതുകൊണ്ട് അന്വേഷണം ശരിയായ രീതിയിൽ നടന്ന് സത്യം മുഴുവൻ പുറത്ത് കൊണ്ടുവരണം. ഇന്ത്യ ഒട്ടാകെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിഷയമാണിത്. കാരണം അയ്യപ്പ ഭക്തർ ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ, തുരുതുരാ വരുന്നതൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നല്ലേ. അവർക്കൊക്കെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഒരു സംശയം ആ കാര്യത്തിലില്ല. ഈ വിഷയത്തിൽ UDF എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോൾ പത്മകുമാർ ആദ്യം വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ UDFിൻ്റെ ഒരു പ്രതിഷേധം വേണ്ട രീതിയിൽ എത്താതെ പോകുന്നു. UDF ഇത് വലിയ വിഷയമാക്കും. ശബരിമലയോട് ബന്ധപ്പെട്ട ഏത് വിഷയം UDF വലിയ വിഷയമാക്കിയിട്ടുണ്ട്. സ്ത്രീ പ്രവേശനം വന്നപ്പോൾ ഞങ്ങളത് വലിയ ക്യാമ്പയിനാക്കിയല്ലോ. അതിൻ്റെ പ്രതികരണം അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അത് കണ്ടു. ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഈ വക കാര്യങ്ങളിൽ അമർഷം പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കാണും, യാതൊരു സംശയവുമില്ല.